മായാജാലക്കാരെ കൈയടക്കം പോലെ വളരെ സമർത്ഥമായിട്ടായിരിക്കും ഷജറകൾ ഓരോ വീഡിയോകളിലും കളവിനെ ഒളിപ്പിക്കുക. അത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസ. അതിന്റെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. മുജീബ് അൻസ്വരി എന്ന് പറഞ്ഞൊരു അവതാരം ഉണ്ട് ഷജറകൾക്ക്. ഗൂഡല്ലൂർക്കാരൻ. ഓൻ ഭാഷയൊക്കെ വളരെ നന്നാക്കി വരും, പക്ഷെ കളവിന്റെ ഒരു മൂത്താശാന ആള്. അയാൾ പറഞ്ഞൊരു കളവും കേൾക്കാം, ഒപ്പം തന്നെ അതിന് AV പറഞ്ഞൊരു മറുപടിയും കേൾക്കാം. പെട്ടെന്ന് കേൾക്കട്ടോ. സംഗതി എന്താണെന്ന് അറിയോ? ഷജറകൾ ഒരു സ്ഥിരം പല്ലവിയാണ്, ഒരു നുണയാണ്. എന്താ അറിയോ? സംഗതിക്ക് വിശ്വാസം വരാൻ വേണ്ടി, ഇവരെ കാപ്പട്യം വിശ്വസിക്കാൻ വേണ്ടി ബഹാവുദ്ദീൻ ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് ഹക്കീം ഫൈസിക്കെതിരെയുള്ള നടപടി എടുക്കാൻ കാരണമായ ആ സമിതിന്റെ ആ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് ബഹാവുദ്ദീൻ ഉസ്താദാണ്. അങ്ങനെയാണ് ഹക്കീം ഫൈസിക്കെതിരെ നടപടിയൊക്കെ എടുത്ത് ആ റിപ്പോർട്ട് സമർപ്പിച്ച് ആ സമിതിക്ക് നേതൃത്വം കൊടുത്തത് ബഹാവുദ്ദീൻ ഉസ്താദാണെന്ന് ഇവര് ഇടക്കിടക്ക് മരക്കുറ്റികൾ ഇങ്ങനെ പാടുന്ന ഒരു നുണ. ആ നുണ ബനു ആവർത്തിക്കുക. എന്നാൽ അതിനുള്ള മറുപടി ആ സമിതിന്റെ നേതൃത്വം ആരെയെന്ന് വെച്ചാൽ മുതലക്കുളം മൈതാനിന്ന് ഒരു ഉളുപ്പില്ലാതെ AP ആദർശം ശരിവെച്ച് സംസാരിച്ച മഹാനായ കണ്ണിയത്തുസ്ഥാനും ശംസുലമണിയും തള്ളിയ AV മൗലവി ഉണ്ടല്ലോ, നന്ദിയിലെ AV മൗലവി, അയാളതിന് അതിന്റെ കൺവീനർ, അയാൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ പോരാത്തതിന് 2ാം സ്ഥാനത്തുണ്ട് അതിന് മുക്കം മൗലവിയാ, കമ്മ്യൂണിസ്റ്റുള്ള ചെരുപ്പും അതിന്റെ അപ്പുറം നക്കി കൊടുക്കുന്ന മുക്കം മൗലവി, അയാളാ. എന്നിട്ട് ഇവര് പറയാ പിന്നെ ബഹാവുദ്ദീൻ ഉസ്താദ് 2 വീഡിയോ കണ്ടു നോക്കി ഷജറകളെ കോല മനസ്സിലാവും. CIC-യുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയുക്തനായ ആദരണീയനായ സമസ്തയുടെ മുഷാവറ അംഗം ദാറുൽ ഹുദായുടെ വൈസ് ചാൻസലർ കൂടിയായ ഉസ്താദ് ബഹാവുദ്ദീൻ നദ്വി കൂരിയാട്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് CIC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൽ കാതലായ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയും ഹക്കീം ഫൈസിക്ക് സമസ്തയിൽ നിന്ന് CIC-യിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തത്. ആ കാര്യങ്ങൾ പരിശോധിക്കാനും അവരെ ചർച്ച ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കാനും ബഹുമാനപ്പെട്ട സമസ്ത ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. അതിൻ്റെ കൺവീനർ ഞാനായിരുന്നു.